ഞാൻ രാജൻ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. സഹോദര റിൻസെ, താങ്കളെ വീഡിയോ രാവിലെ കണ്ട് താങ്കള് ആ ചാറ്റിൽ കൊടുക്കുമെന്ന് പറഞ്ഞതിനെല്ലാം വലിയ സന്തോഷം. താങ്കൾ ഇത്രയും ആ വീഡിയോ, അതായത് പച്ചക്കള്ളമായിട്ട് താങ്കൾ എടുത്തിട്ടും താങ്കൾ ഇത്രയും ചിരിച്ചുകൊണ്ടുള്ള ആ വീഡിയോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ഇതാ എന്റെ പ്രാവ്, 12 ലൈൻ പ്രാവ് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഓരോ പ്രാവായിട്ട് ഞാൻ കാണിക്കും. അതിനുശേഷം എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. ഇത് എന്റെ 1 ലൈൻ പ്രാവാണ്. ഇത് 1 ലൈൻ പ്രാവിൽ പെടുന്ന പ്രാവാണ്. മീൻസ് താങ്കൾ ഇവിടെ വന്നപ്പോൾ താങ്കൾ കണ്ടിട്ടുള്ള പ്രാവുകൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി മാറ്റി പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വീഡിയോ എടുക്കാൻ വന്നപ്പം കണ്ടിട്ടുള്ള പ്രാവാണ് 12 ലൈൻ പ്രാവ്. ഒന്ന് ഈ പ്രാവ്, പിന്നീട് രണ്ടാമത്തെ ഈ പ്രാവ്, ഇത് രണ്ടാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 3ാമത്തെ ലൈന്. ഇത് 3ാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 4ാമത്തെ ലൈന്. സഹോദര ഇത് 5ാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 6ാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 7ാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 8ാമത്തെ ലൈന്. സഹോദര റിൻസെ, ഇത് 9ാമത്തെ ലൈന്. ജാക്കിപ്പെട്ട വേറൊരു ലൈനാണ്. സഹോദര റിൻസെ, ഇത് 10ാമത്തെ ലൈന്. ഇത് 10ാമത്തെ ലൈന്. എന്റെ 12 ലൈൻ പ്രാവുണ്ടെന്ന് താങ്കളെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര ഇത് 11ാമത്തെ ലൈന്. ശരിയല്ലേ? ഇത് 10 കഴിഞ്ഞത് 11അല്ലേ? ശരിയാണോ? സഹോദര ഇത് 12ാമത്തെ ലൈന് പ്രാവ്. ഈ പ്രാവാണ് ഞാൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ എനിക്ക് നട്ടല്ലുണ്ടാന്ന്. എനിക്ക് നട്ടല്ലുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് നട്ടല്ലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഉടനെ ചെയ്തത്. താങ്കൾ പറയുന്നുണ്ടല്ലോ ഇത്രയും അനാവശ്യമായിട്ട്, ഇത്രയും ചെറ്റത്തരമായിട്ട് താങ്കൾ വീഡിയോ ചെയ്തിട്ട് റിച്ച് ഉണ്ടാക്കാൻ വേണ്ടി താങ്കൾ ചെയ്തിട്ട് ആ പ്രാവ് തിരിച്ചു കൊണ്ടുവന്ന് എടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന ഈ ലൈനിലുള്ള പ്രാവാണ് ഞാൻ അവർക്ക് കൊടുത്തത്. കൊണ്ടുവന്നിട്ട് ഇതേ ബ്ലഡ് ലൈനാണെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്റെ പ്രാവ് അല്ലാത്ത പ്രാവ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ കൂട്ടി കൊണ്ടുവരണ്ട. അവർ എവിടെ നിന്നൊക്കെ പ്രാവ് വാങ്ങിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിലെന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ. താങ്കൾ ഇത്രയും ചെറ്റത്തരം ചെയ്തതിന് ശേഷവും താങ്കൾ ഈ വീഡിയോ എത്രയും, അതായത് വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിച്ചതിന് ശേഷവും എനിക്കിത് കൊടുക്കാനുള്ള മനസ്സ് വന്നോണ്ട് ഞാൻ രാജനായോണ്ട്, വട്ടിയൂർക്കാവ് രാജനായോണ്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? താങ്കളെ ചാലഞ്ച് ഏറ്റെടുക്കാണ്. ഇനി താങ്കൾ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലത്തെ നല്ല ഈ അഴുക്ക വീഡിയോകളൊക്കെ, ഞാൻ പ്രാവ് പോലും കൊടുക്കാത്ത ആൾക്കാരെ വീഡിയോകൾ ഉണ്ടാക്കിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പിന്നെ താങ്കൾ ചെയ്തതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. താങ്കൾ എന്റെ നിന്ന് കിട്ടിയ പൈസ താങ്കൾ ചാറ്റിൽ കൊടുക്കുമെന്ന് പറയില്ലേ, അതെനിക്ക് സന്തോഷം. താങ്കളെ ഓരോ വോയിസ് ക്ലിപ്പിന് വരാം മറുപടി തന്ന ആളാണ് ഞാൻ. താങ്കളെ ഓരോ വോയിസ് ക്ലിപ്പിന് വരാം. അതുകൊണ്ട് താങ്കൾക്ക് ഇനി എന്തൊക്കെ രീതിയിൽ താങ്കൾ വീഡിയോ ഇറക്കിയാലും ശരിയല്ല, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? താങ്കളെ പുറകെ എനിക്ക് വീഡിയോ ചെയ്യാനും ഇനി സമയമില്ല. അങ്ങനെ ചെയ്താൽ എന്റെ സത്യം ഞാൻ തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും താങ്കൾ ഒരു കാര്യം ചിന്തിച്ചാൽ കൊള്ളാം. എവിടെന്നെങ്കിലും താങ്കൾക്കൊരു ഇന്റർവ്യൂ കിട്ടുമ്പം ആരെങ്കിലും പറ്റി എന്തെങ്കിലും കാര്യം പറയുമ്പം താങ്കൾ ആ വ്യക്തിയെ വിളിച്ച് ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദയെങ്കിലും താങ്കൾ കാണിക്കണം. കാരണം താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചെന്താണ് ആ ക്ലിപ്പിൽ കൂടി, അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാത്തെന്തെന്നാ. താങ്കൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, ഇത്രയും വ്യാജ പ്രചരണം നടത്തി വെച്ചിട്ട് ഞാൻ താങ്കളെ വിളിക്കണം അല്ലേ? എന്തോന്ന് എവിടത്തെ ലോജിക്കില്ലാത്ത സംസാരമാണ് താങ്കൾ സംസാരിച്ചത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ഒരു വീഡിയോ ഇറക്കുമ്പം ആരെങ്കിലും അപവാദം പറഞ്ഞാ നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളെ ഒരു ചെറിയ കടമയെങ്കിലും, ചെറിയ യൂട്യൂബർ എന്ന നിലയ്ക്ക് അവരെ വിളിച്ച് ചോദിക്കേണ്ട ഒരു കടമയെങ്കിലും നിങ്ങൾ കാണിക്കണം. അതാണ് നിങ്ങളുടെ അന്തസ്സ്. നമസ്കാരം.